നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവളെ പറഞ്ഞു വെച്ചത് ടാക്സിയിലാണെങ്കിലേ ആ ഡ്രൈവറെ വിളിച്ചിട്ട് തിരിച്ചു വരാൻ പറ. വിശാൽ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ ആശുപത്രിയിലായത് ഒരവസരമായിട്ട് എടുത്തിട്ടുണ്ടാവും നിങ്ങള്. ഞാൻ തിരിച്ചു വരുന്നതിന് മുമ്പ് അവളെ ഇവിടുന്ന് പാക്ക് ചെയ്യാൻ തീരുമാനിച്ചല്ലേ? അവൾ ഇവിടെ തിരിച്ചെത്തിയിരിക്കണം. ആ ഡ്രൈവറെ വിളിക്കാം. പാർവതിയും കൊണ്ട് തിരിച്ചു വരാൻ പറ. ഇന്ന് വിളിക്ക. സ്വന്തം വീട്ടിലേക്കായിരുന്നു അവളെ പറഞ്ഞയച്ചതെങ്കിൽ എനിക്കും അച്ഛനും ചെറിയമ്മയ്ക്കും ഒക്കെ ഇങ്ങനെ വിഷമം ഉണ്ടാവുമായിരുന്നോ? പാർവതിയെ കൊണ്ടുപോയത് പോലീസല്ലേ? പോലീസോ? ആ കാഴ്ച തന്നെ വീണ്ടും വീണ്ടും എന്റെ മനക്കണ്ണിൽ കാണിച്ചു തരാണല്ലോ എന്റെ ഉദയന്നൂരമ്മ. വിശാൽ സാർ ഇങ്ങോട്ട് വരുമെന്ന് തന്നെയാ അതിന്റെ അർത്ഥം. വിശാൽ സാറിനെ ഈ വിവരം അറിയിക്കാൻ എന്താ ഒരു വഴി? കൈവക്കടാ. എന്റെ കയ്യിലൊന്നുമില്ല സാറേ. സാറേ, സാറുമാരെ, വലിയ സാറേ, സാറുമാരെ, ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്ക്. ഞാൻ പറയുന്ന ഒന്ന് വിശ്വസിക്ക്. ഇനിയും ഉണ്ടാവും. ശരിക്കും പരിശോധിക്കാം. പറഞ്ഞ മനസ്സിലാവില്ലേ നിനക്ക്? കേറിയാത്ത അരവിന്ദൻ സാറിനെ വിളിച്ച് പറഞ്ഞാലും മതി. ഇങ്ങോട്ട് വരരുതെന്ന് വിശാൽ സാറിനോട് അരവിന്ദൻ സാർ പറഞ്ഞോളും. സാറേ, എന്താടി? ഞാനൊന്ന് ഇറങ്ങ. എന്തേ കാണിക്കുന്നേ? മാറ്. അയ്യോ, വിശാൽ സാറിനോട് നിനക്ക് എന്തിനാ വിരോധം? പറയടാ, പറയടാ. വിശാൽ സാർ നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ? പറയടാ. പിടിച്ചുകൊണ്ടുപോയി സെല്ലടക്കേ. പറയാൻ പറ. എടി വാടി ഇങ്ങോട്ട്. ഇവിടെ വരടാ. വലിയ സാറേ, എന്നെ അല്ല പൂട്ടിയിടേണ്ടത്. ഇയാളെയോ? വിശാൽ സാർ വന്നാ ഇയാള് വെടിവെക്കും. ഇയാളെ പൂട്ടിയിട് സാറേ. പിടിച്ചുകൊണ്ടുപോയി സെല്ലടക്കേ. എന്റെ വിശാൽ സാറിനെ വെടിവെക്കും. അവിടെ കിടക്ക്. വാടി ഇങ്ങോട്ട്. സാറേ, എന്റെ കയ്യിൽ വേറൊന്നുമില്ല. വലിയ സാറേ, സാറേ, ഞാൻ പറയുന്നത് മനസ്സിലാക്കും സാറേ. ഇല്ല സാറേ. വക്കീല് പോയ പോരച്ച. വക്കീലിന് അവള് വെറും ഒരു ക്ലയന്റാ. പക്ഷെ എനിക്ക് അവളെന്റെ ഭാര്യ. ഞാൻ തിരിച്ചു വരുന്നെങ്കിൽ പാർവതി എന്റെ കൂടെ ഉണ്ടാവും. ഇനി അവൾക്ക് ജയിലിൽ പോയി കിടക്കേണ്ടി വന്നാൽ
ഞാനും ജയിലിൽ പോയി കിടക്കും. അത് എങ്ങനെയാണെന്നറിയോ? ഈ രണ്ടെണ്ണത്തിനെയും കൊന്നിട്ട്. പച്ചയ്ക്ക് കൊളുത്തിയിട്ടേ ഞാൻ പോവും. മോനെ വിശാൽ, വിശാലിന്റെ കൈകൊണ്ട് മരിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അത് ഈ നിമിഷം തന്നെ ആയ കൂടുതൽ സന്തോഷം. കാരണം വിശാല് പോയി പാർവതി ഇപ്പൊ രക്ഷിച്ചോണ്ട് വന്ന ഇന്നല്ലെങ്കിൽ നാളെ അവള് വിശാലിന്റെ ജീവൻ എടുക്കും. അതിനു മുമ്പ് ഞാനിങ്ങില്ലാതാവുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യം തന്നെയാ. അതുകൊണ്ട് എന്നെ കൊന്നിട്ട് വിശാൽ അവളെ കൂട്ടിക്കൊണ്ടു വന്നോളൂ. കൊന്നോ? എന്നെ കൊല്ല്, എന്നെ കൊന്നേക്ക് വിശാൽ. രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ട് ഞാൻ തിരിച്ചു വരും. അതുവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യ. കണ്ടല്ലോ, എല്ലാവരും കണ്ടല്ലോ. ഇപ്പോഴും വിശാലിന് ചായ്വ് പാർവതിയുടെ നേർക്കാം. വിവാഹമാണെങ്കിൽ നീണ്ടു നീണ്ടു പോകുന്നു. എത്രയും വേഗം ആ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. ഇല്ലെങ്കിൽ ഇതെങ്ങനെ അവസാനിക്കുമെന്ന് പറയാൻ കഴിയില്ല. തിരക്ക് കൂട്ടാതെ. വിശാൽ ബ്രോ തിരിച്ചു വരുമ്പോ പാർവതി കൂടെ ഉണ്ടാവും. അതെന്തായാലും ഉറപ്പാ. ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ടെ തോറ്റുപോകുന്ന പതിവ് ബ്രോയ്ക്കില്ല. പാർവതിയും കൊണ്ട് വിശാൽ ബ്രോ മടങ്ങിയെത്തിയാൽ നിങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഗാർഗ്യ നിന്നേ. അതെ, വിശാല് പാർവതിയുമായി മടങ്ങി വരികയാണെങ്കിൽ ഇവരുടെ കാര്യത്തിൽ മാത്രമല്ല, നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഓർത്തോ നീ. എങ്ങനെ മടങ്ങി വരുമെന്നാ പ്രതാപ നീ പറയുന്നത്? ഒരിക്കലും തിരിച്ചു വരില്ല. കാരണം അവളെ അറസ്റ്റ് ചെയ്തത് DYSP അനിൽ പരമേശ്വരനാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.